Hey all, welcome back to another vlog. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് റൈറ്റ് ആണോ? നമ്മൾ മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഊട് വഴി കൂടിയാണ്, മെയിൻ സിറ്റി കൂടെ കയറുന്നില്ല. ഇപ്പോൾ ഫുൾ ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ കയറാൻ പോകുന്നത് വേറൊരു വഴി കൂടിയാണ്. മുംബൈയുടെ വേറൊരു മുഖം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. മുംബൈക്ക് ഇങ്ങനെയും ഒരു മുഖം ഉണ്ട് കേട്ടോ, മനസ്സിലായോ? ഏതേ കട്ടക്കമ്പനി മുംബൈയിൽ നമ്മൾ എവിടെയൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാജി അലി ദർഗ അല്ലേ, ഫുഡ് സ്ട്രീറ്റ്, അവിടെ നിന്ന് പോകണം. പിന്നെ അതേപോലെ നമ്മുടെ ഗേറ്റ് ഓഫ് ഇന്ത്യ അതോ ഇന്ത്യ ഗേറ്റ് ഓഫ് ഇന്ത്യ അത് കാണണം. പിന്നെ അതേപോലെ താജ് ഹോട്ടൽ കാണണം. ഇത് രണ്ടും അടുത്തടുത്താണ്. പിന്നെ അതേപോലെ ധാരാവിലേക്ക് പോകണമെന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റെഡ് സ്ട്രീറ്റിലൂടെ ഒന്ന് പോകണമെന്നുണ്ട്. ഒരു പരിപാടിയോ പിന്നെ എന്താണ് അവിടെ എന്ന് ആക്ച്വലി അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ അതൊക്കെയാണ് മുംബൈക്ക് വരാൻ പോണ വീഡിയോസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് മുംബൈ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 40-45 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ടല്ലോ, ഛത്രപതി ശിവജിയുടെ പേരിൽ തന്നെയാണ് ആ എയർപോർട്ട് ഇരിക്കണത്. അപ്പോൾ ആ എയർപോർട്ട് നിയർ ബൈ ആയിട്ട് നമ്മൾ എത്തും. അവിടെയാണ് നമ്മൾ റൂമൊക്കെ സെറ്റ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ മുംബൈ കാഴ്ചകളിലോട്ട് കിടക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. കണ്ടെയ്നർ യാർഡ് നോക്കിയേ, എന്തോരടോ അങ്ങ് കിടക്കണ്ടോ, എന്താ പറയാ. ഓഫ് നോക്കിയേ ഈശ്വർ, എന്റെ പൊന്നു. ഒന്നെങ്കിൽ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്കിൽ ലോഡ് വിട്ടിട്ടുണ്ടാവും. അങ്ങനെ വണ്ടിയുടെ പിന്നിലേക്ക് വന്നതാ, മോളിന്നല്ലേ? പിന്നീന്ന് വന്നിട്ട് ഫ്രണ്ടിലേക്ക് വീണിട്ടുള്ളതാ. ഇവിടേക്ക് നോക്കിയേ, കണ്ടെയ്നർ യാർഡ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നോക്കി നിങ്ങൾ എന്തോരം കണ്ടെയ്നർ യാർഡാന്ന്. എന്തോരം കണ്ടെയ്നർ യാർഡല്ല, കണ്ടെയ്നേഴ്സ് ആന്ന് നോക്കിയേ. എന്റെ പൊന്ന്, അതെ യാർഡ് എന്തോരടോ, ലോട്ട് ഓഫ്. കിറുക്ക ബൈക്കേഴ്സിനുള്ള വഴിയില്ലാവുന്നുണ്ട്. പണിപ്പാളിയായി ആ നിക്കണ്ട കിറുക്കന്മാരവിടെ. We don't know actually. Allowed नहीं है भाई, we don't know actually. Very sorry. Safety rules है. Okay. हमारा काम क्या है? This watch your atom shape. This now bite no park. Then ma'am, we are from Kerala. First time in Bombay. License. Digilocker. No entry there. That's we don't know actually. We are from Kerala. Riding to Kerala to Kashmir. We don't know actually. Very sorry for this. This is my license. गाड़ी तिथे घ्या, चौकी पाशी. हिंदी नहीं, इंग्लिश. बाइक पार्क है. आ जाइए. Fine है मैम, प्लीज मैम. We are travelers ma'am, we don't know actually. No entry. പണിപ്പാളിയുണ്ട് കേട്ടോ. 2000 രൂപ അടയ്ക്കാനാണ് പറയണേ.
പണി പാലും വെള്ളം, ഹോ പാലും വെള്ളം. അപ്പുറത്തൂടെ പോണേന് ഇപ്പുറത്തൂടെ വന്നതാ. നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടോ എന്തൊരു ചെയ്യാ, 2000 രൂപ ഫൈൻ പറഞ്ഞേക്കണേ. എന്തൊരു ചെയ്യാ, പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ എൻ്റെ ദിഗംബര. അപ്പൊ നിങ്ങൾ ആരും പിടിക്കില്ല, ഫൈൻ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എക്സ്പ്രസ് ഹൈവേയിൽ കയറാൻ നിൽക്കണ്ട. നല്ല പണി കിട്ടും. പിന്നെ നമ്മൾ മലയാളീസ് ആയതുകൊണ്ട് ചേച്ചീനെ കയ്യിലെടുത്തു. എന്നിട്ട് നമ്മളത് 2000 പറഞ്ഞത് 500 ആക്കി. ഓക്കെ, കണ്ടോ ഹെൽമെറ്റ് ഒന്നും ഇല്ല അവൾക്ക്. അവൾ എന്നിട്ട് നമ്മുടെ അടുത്ത് ഫൈൻ വാങ്ങിക്കുക. ഇടിക്ക് ഞാൻ അടി. വേഗം നമ്മളെങ്ങോട്ട് കൊണ്ടുപോണ്ട്, നമുക്ക് വേറൊരു വഴി കാണിച്ചു തരാനൊക്കെ കൊണ്ട് കൊണ്ടുപോണ്ടവള്. അവർ പറയണത് മാഡത്തിനെ കയറ്റി വിടാൻ, നമ്മളെ കയറ്റി വിടാൻ പറ്റില്ല എന്നാണ് പറയണേ. എന്തായാലും നമുക്ക് നോക്കാം. പണി പാളിയപ്പോ വീണ്ടും അവിടെ തന്നെ. ഈശോ ഇല്ലില്ല, ഒരു വണ്ടി ഒരാൾക്ക് കൂടെ കണ്ട് പൂശിയാലോ, ഫണ്ടൊന്നും കൂടെ കണ്ട് പൂശിയാലോ. അല്ല വണ്ടി കൊണ്ട് പൂശിയാലോ ഒന്ന്. നമ്പറിലൊന്നും കാര്യമില്ല കേട്ടോ. ഇത് കേരള വണ്ടിയാ, കേരള ഗാഡിയാനാ. നമ്പർ കുച്ച് നൈ പ്രോബ്ലം. അങ്ങോട്ട് ഇടിക്കുന്നുണ്ട്. എന്തിന് വേറൊരു വീണ്ടും പണി. അപ്പൊ ഗൈസ് മര്യാദയ്ക്ക് നേരെ പോയാൽ മതിയായിരുന്നു. അങ്ങനെ 500 ഉറുപ്പിക കൊടുത്ത് നമ്മൾ പോന്നു. ഓക്കെ, 2000 രൂപ പറഞ്ഞാട്ടോ. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കണതല്ല, ഈ 500 രൂപ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതേ വഴി ഞാൻ വിടണേ. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് കിട്ടാൻ പോരെ. പൊട്ടന്മാര്, പക്ഷെ നമ്മൾ പൊട്ടന്മാരായതുപോലെ. അടുത്ത മാപ്പ് ഇട്ടോ വെച്ചാണ്. മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ കൂടെ നമ്മൾ ബൈക്ക് ഓടിച്ചു. പണി കിട്ടിയായിരുന്നു കേട്ടോ. ഇത് ചെറിയ പ്രശ്നമായിട്ട് മാറി. കണ്ടെയ്നറുകളുടെ ഗുണമെങ്കിൽ എന്തോരം കണ്ടെയ്നേഴ്സോ. അവിടെ മാപ്പ് ഓണാക്കിയിട്ട് കുറെ കെഞ്ചിട്ടാ. കെഞ്ചി ലാസ്റ്റ് മല്ലൂരിനറിയാലോ നമുക്ക്. നമ്മളിപ്പോൾ ചെറുക്കന്മാർക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ നിർത്തുകയുള്ളൂ. നമ്മൾ കുറേ നിന്ന് പേശിട്ടാണ് 500 എത്തിയത്. 500 പറ്റിയുള്ള അത് ക്യാമറയിൽ പിടിക്കുന്നുണ്ടെന്നാണ് അവൾക്ക് പേടി. അങ്ങനെ ചങ്ക ഞാൻ പറ ഏത് കാര്യാ. മുംബൈ താനെ പൂനെ അതുപോലെ എഴുതിക്കോളൂ. മുംബൈ താനെ പൂനെ നേരല്ലേ. മുംബൈ ട്രാഫിക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഫ്ലൈഓവറോ, ഫുൾ കൺഫ്യൂസ്.
നോക്കിയേ. ഏതാ മൂടല്ലേ, ഫ്ലാറ്റുകളും കാര്യങ്ങളും ഈ സ്ട്രക്ചറൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ടല്ലേ. റൗണ്ട് സാധനം എൻ്റെ ഗവൺമെൻറ് എനിക്കറിയാൻ പാടില്ല. മുംബൈ പൂനെ പനവേൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ തട്ടിപ്പല്ലേ. ഹൗസിംഗ് കോളനി വൈബ്സ്. തുടങ്ങി മോനെ ട്രാഫിക്. ലെഫ്റ്റിന് പോകാൻ പറ്റില്ലല്ലേ? ഇതാ വേറെണോ എവിടുന്നാ? അയ്യോ, ഈ ഓട്ടോറിക്ഷയുടെ ഷേപ്പ് പോയി ഒന്നും കൂടി ദാരിദ്ര്യം. നിങ്ങൾ നോക്കി ഷേപ്പ് നോക്കിയോ? പിടിച്ചു ഓടാരെ പിടിച്ചു. അത് 1000. അയ്യോ പറഞ്ഞോ വരണോ? ബാക്കിൽ വണ്ടികള് ഏതൊക്കെ നോക്കി. ലക്ഷ്മിക്കുട്ടി പോന്നോട്ടെ. ലെഫ്റ്റാ എത്ര ഫ്ലൈ ഓടെ നോക്കി. ഇതൊരെണ്ണം അങ്ങോട്ട് ഒരെണ്ണം, ആ പോണൊരെണ്ണം അങ്ങോട്ട്. ലെഫ്റ്റ് ലെഫ്റ്റ് മോഡലു. അയ്യോ
അയ്യോ അസല്ല കിറുക്ക്. നമ്മുടെ അടുത്ത് ഈ സംഭവമൊക്കെ എഴുതിയിട്ടുള്ളവരും ഭയങ്കര റെസ്പെക്ട് കിട്ടാം പോലീസുകാർക്കൊക്കെ. ആ പുള്ളിക്കാർക്ക് അത് 2000 രൂപ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് നിങ്ങൾ ട്രാവലേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തരണേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഹിറ്റ് ചെയ്യണം. ടിപ്പി കിറുക്കണതിന് ബാക്കി എല്ലാവരും പിടിക്കുന്നുണ്ട്, നമ്മളെ പിടിക്കില്ല കേട്ടോ. കേരള വണ്ടി ആയിട്ടും കേരളത്തിൽ കാശ്മീരിൻ്റെ സാധനം ഉണ്ടല്ലോ, ഈ ട്രാവലേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവർ കിട്ടുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് അറിയുന്നുണ്ടാവില്ല എന്നവർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. നേരല്ലേ മോളിക്കല്ലേ അല്ലേ? ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ ഉദ്ദേശമുള്ളൂ. എന്തൂരോടോ ഹൗസിംഗ് ഫ്ലാറ്റ്സ് ഒന്നൊരു കാണാൻ വേനല്ല. മുംബൈയുടെ തനതായ ബസ് നോക്കിയേ. മുംബൈയുടെ തനതായ ബസ്. നമ്മൾ മുംബൈയിലെത്തി, അച്ഛനെ മീറ്റ് ചെയ്തു. അച്ഛനെ നമുക്ക് നൈസ് ആയിട്ട് ലെമൺ ടീസ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ട് ഇവിടെ വൃത്തിയാക്കാൻ ആൾ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ദേ കുഞ്ചൂടെ പിന്നല്ല ആൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ സാധനം കണക്റ്റാ. ഓക്കെ.